Solution. സുരാജ്, ശരിക്കും ഗൃഹാതുരത ഉണർത്തുന്ന ഒരു ഗാനമായിരുന്നു. ഇത്തരം പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും കേൾക്കുമ്പോഴും ഇഷ്ടമാണ്, എപ്പോൾ കേട്ടാലും ഇഷ്ടമാണ്. പക്ഷെ ഇതിന് കൂടുതൽ അർത്ഥം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട് വിട്ടു നിൽക്കുമ്പോഴാണ്. പ്രവാസികളുടെ ഇടയിൽ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെയുള്ള ഗാനങ്ങൾ, ഈ ശ്രേണിയിൽപ്പെട്ട ഗാനങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും അവരെ മനസ്സിൽ അത്രത്തോളം നെഞ്ചേറ്റുന്നതും. നമുക്ക് ഈ പെർഫോമൻസിനെ കുറിച്ച് നമ്മുടെ ജഡ്ജസിനോട് ചോദിച്ചറിയാം. ശ്രീമതി അരുന്ധതി ടീച്ചർ, ഈ പറഞ്ഞതുപോലെ ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ്, ഒരു ഗൃഹാതുരത്വം തോന്നിക്കുന്ന, അത് വിഷ്വൽ റെപ്രസെൻറ്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. നല്ല വോയിസ്, നന്നായിട്ട് പാടി. എനിക്ക് തോന്നി കുറച്ചുകൂടെ ഒരു എക്സ്പ്രഷൻ ആവാമായിരുന്നു. അല്ല, ഞാൻ ഒരു പ്രൊഫഷണൽ സിംഗർ എന്നുള്ള അതിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് പറയുകയാണ്. പാടുന്നത് അല്ലേ? അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു വളരെ എൻ്റെ വെറുതെ ഒരു ഇതുമായിട്ട് എടുത്താൽ മതി, ഒരു സജഷൻ മാതിരി എടുത്താൽ മതി. കുറച്ചുകൂടെ അതിൽ തന്നെ ഒന്നുകൂടെ മനസ്സിരുത്തി പാടിയാൽ കുറച്ചുകൂടെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതൊന്നും ഒരു കുറവല്ല, അത് എക്സ്പീരിയൻസ് കൊണ്ട് നേടുന്നതാണ്. വളരെ നന്നായിരുന്നു. മധുപാൽ സർ. സുരാജ് സർ, ഈ ഇത്തരം പാട്ടുകൾ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് സാധാരണ സുരാജ് പാടാറുള്ളത്? സർ, കൂടുതലും മെലഡീസ് പാടാറുണ്ട്. മലയാളമാണ് പാടുന്നത് കൂടുതൽ. മെലഡീസ് ആണ് ഇഷ്ടം കൂടുതൽ. ചിലപ്പോൾ ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണ് നിറയും, ഒരു നനവ് വരും. അതൊരു മനസ്സിൻ്റെ നിറവാണത്. അത്തരം ഒരു ഫീൽ ഉണ്ട്. കാരണം വളരെയധികം ഫീലുള്ളൊരു പാട്ടാണ് ഈ ബിജുപാൽ ചെയ്ത ഈ പാട്ട്. വളരെയധികം പോപ്പുലർ ഹിറ്റായ സോങ്ങാണ്. വളരെയധികം ആളുകൾ ഒരുപാട് അവരുടെ മൊബൈൽ റിംഗ് ടോണായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പാട്ടാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കഴിവുകളുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കയറി ചെന്നിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്ന പോലെ ഒരു തൊടലുണ്ടാവണം. എവിടെയോ ചെറിയ തോതിലൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഞാൻ ഫീൽ ചെയ്തു. എനിക്ക് പാട്ടിനെ കുറിച്ച് ഒന്നുമില്ല, ഞാൻ പറയുന്നത് ടോട്ടൽ സംഭവത്തിലാണ്. കാരണം കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മറ്റ് കലാരൂപങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നു, ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നു. പാട്ടിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലേക്ക് അത് കൊണ്ടുവന്നിരുന്നു. പക്ഷേ എവിടെയോ സുരാജിൻ്റെ കയ്യിൽ നിന്നും സുരാജിൻ്റെ മനഃശോധന ഒരു ധൈര്യം നഷ്ടപ്പെട്ടതുപോലൊരു ഫീലിംഗ്. അത് കാര്യമാക്കണ്ട, ഇത് തുടക്കമാണെന്ന് കരുതുക. നാളെയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. നന്നായിട്ട് പാടാൻ കഴിയട്ടെ. അടുത്ത സെഗ്മെന്റുകളിലെല്ലാം ഗംഭീരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മുഹമ്മദ് ഹനീഷ് സർ. സുരാജിൻ്റെ ഗാനം പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഇത്തരമൊരു വേദിയിലേക്ക് വന്നു എന്നുള്ള കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഏറെ നന്നായിരുന്നു. ഇവിടെ എനിക്ക് സുരാജിനോട് പറയാനുള്ളത്, ആ ഒരു പകപ്പുണ്ടല്ലോ, മനസ്സിലെ പകപ്പ്, അത് പൂർണ്ണമായിട്ടും ഇനി പൊതുവേദികളിലൊക്കെ കൂടുതൽ ഒത്തിരി തിളങ്ങേണ്ട താരമാണ്. എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ആ മുഖത്ത് ആ പ്രസരിപ്പ് പൂർണ്ണമായിട്ടും തെളിഞ്ഞു കാണണം. അതും കൂടി പൂർണ്ണതയിലേക്ക് എത്തിയാൽ ഗാനം കുറേ കൂടി മനോഹരമായി തീരും. കുറേ കൂടി അത് സുഖകരമായ ഒരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് എത്തും. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. അപ്പോൾ കമൻസ് കേട്ടു. എന്താണ് പാടിയപ്പോൾ തോന്നിയിരുന്നത്? എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ കോൺഫിഡൻസ് എനിക്ക് കുറവ്, ഒരു എന്തെങ്കിലും ഒന്ന് ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് തോന്നിയിരുന്നോ? എനിക്ക് ശരിക്കും ഞാൻ ഉദ്ദേശിച്ച പോലെ പാടാൻ പറ്റിയില്ല. ഓക്കെ, ഇനി റൗണ്ടുകൾ ഉണ്ടല്ലോ. നമുക്ക് തുടക്കം മാത്രമല്ലേ, ജഡ്ജസ് പറഞ്ഞ പോലെ അവർ കൂടെ ഉണ്ട്, ഗൈഡ് ചെയ്യാനുണ്ട്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ മാർക്സ് അറിയാം? അരുന്ധതി ടീച്ചർ 50-ൽ 36. മധുപാൽ സർ 25-ൽ 17. മുഹമ്മദ് ഹനീഷ് സർ 25-ൽ 18. അപ്പോൾ സുരാജിൻ്റെ ടോട്ടൽ 71 മാർക്സ് പെർഫോമൻസ് റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന മാർക്സ് ആണ്. ഈ ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഗംഭീരമായ പ്രകടനങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ ഇനി വരുന്ന എല്ലാ പ്രകടനങ്ങളിലും നന്നായിട്ട് തന്നെ തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആശംസിക്കുന്നു. വിഷൻ ആൻഡ് മിഷൻ റൗണ്ടിൽ എന്നോടൊപ്പം ഷിഹാബുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്ന ഷിഹാബിന് ഈ റൗണ്ടിലും തിളങ്ങാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഷിഹാബ് റെഡി? മുഹമ്മദ് ഹനീഷ് സർ. ഷിഹാബിനെ ഏറ്റവും താല്പര്യമുള്ളൊരു വിഷയം തന്നെ അങ്ങോട്ട് നൽകുകയാണ് ഒരു നിമിഷം നേരത്തേക്ക് സംസാരിക്കാൻ. വിഷയം വെല്ലുവിളികൾ
അതിജീവിക്കുമ്പോൾ? നമസ്കാരം. നമുക്കറിയാം ശാരീരികവുമായും മാനസികമായും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു സർവേ നടത്തിയിട്ട് ഏത് രക്ഷിതാക്കൾക്കാണ് ഇത്തരം കുട്ടികൾ നൽകിയാൽ ഏത് രക്ഷിതാക്കളാണ് അവരെ സംരക്ഷിക്കുക, ഏത് രക്ഷിതാക്കൾക്കാണ് ക്ഷമയോടും സ്നേഹത്തോടു കൂടി അവരെ നോക്കാൻ കഴിയുക എന്നൊരു ദൈവം ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രക്ഷിതാക്കളെ കണ്ടെത്തിയിട്ട് അവർക്ക് മാത്രമാണ് മെൻ്റലി ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ നൽകുക. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ രക്ഷിതാക്കളും ആ ഒരു ഇതോട് കൂടി സ്വീകരിച്ചിട്ട് ദൈവം തനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് ഈ മക്കളെന്ന വിശ്വാസത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കണം. നമുക്കറിയാം, ഒരു സമ്മാനം നമുക്കൊരാൾ തരുമ്പോൾ നമ്മൾ ഒരിക്കലും ആ സമ്മാനത്തെ കരഞ്ഞുകൊണ്ടോ ആ സമ്മാനത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടോ നമ്മൾ ജീവിക്കില്ല. അപ്പോൾ അതുപോലെ ആ രക്ഷിതാക്കൾക്ക് ദൈവം കൊടുത്തൊരു സമ്മാനമാണ് ഇങ്ങനെ ഫിസിക്കലി ചലഞ്ചഡോ മെൻ്റലി ചലഞ്ചഡോ ആയിട്ടുള്ള കുട്ടികൾ. ഒരിക്കലും അവരെ വികലാംഗരെന്ന് നമ്മൾ വിളിക്കാൻ പാടില്ല. പലവിധ കഴിവുകളുള്ള ആളുകൾ, സത്യം പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ് കൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ അവർ പോയി ടൈം ഔട്ട്. ജഡ്ജസ് ചെറിയ ഡിസ്കഷനിലാണ്. 1 മിനിറ്റിനുള്ളിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് കടൽ പോലെ ഉണ്ട്. വെല്ലുവിളികളെ അതിജീവിക്കുമ്പോൾ എന്നൊരു സബ്ജക്റ്റ് അവർ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പതുക്കെ ചോദിക്കാം. മുഹമ്മദ് ഹനീഷ് സർ. ഷിഹാബുദ്ദീൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെന്നറിയാം, സമയം വളരെ കുറവും. എന്നാലും ചില പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഷിഹാബുദ്ദീന് 10-ൽ 7 മാർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ഷിഹാബ് 95 വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി? ഞാനും ഹാപ്പി. അപ്പോൾ ഇനിയും വരുന്ന റൗണ്ടുകൾ ഇതിലും ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും കേരളത്തിലെ യുവതാരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഈ മത്സരത്തിൽ ഒരു ചെറിയ നക്ഷത്രമായിട്ട് ഞാനും ഉണ്ടാവും. എല്ലാവരും പ്രാർത്ഥിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷിഹാബിന്റെ മനോഹരമായ ഒരു ടാസ്ക് കണ്ടു, സുരാജിന്റെ ഒരു പാട്ട് കേട്ടു. ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഒഡീസിയ യുവതാരത്തിന്റെ ഈ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. ഒരാളുടെ ന്യൂനതയിൽ നമുക്ക് അവരോട് പരിതപിക്കാൻ ചെല്ലാതെ നമ്മളോട് തുല്യരായി കാണാൻ ശ്രമിക്കാം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. Till then, take care and bye-bye. മുഹമ്മദ് സിയാദ് സാമൂഹ്യ പ്രവർത്തകനാകാനാണോ അതോ ചലച്ചിത്ര നടനാകാനാണോ താല്പര്യമുള്ളത്? അവന്റെ കൂടെ 2 ദിവസമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞാൽ മതി. ആരുമില്ലാത്ത ആളുകൾക്ക് ഒരു കൂട്ടായിട്ട് മാറുന്നു എന്ന് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. അഗതി മന്ദിരങ്ങളും ഈ ഒരു സങ്കല്പവുമായി ബന്ധപ്പെട്ട് ശാശ്വതമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? അൻസിയ നല്ലൊരു സ്റ്റൈലുണ്ട്, സ്വന്തമായിട്ടൊരു സ്റ്റൈലുണ്ട്. ഗ്രാമത്തിലെ ഏത് പ്രശ്നത്തിനാണ് ആദ്യം പരിഹാരം കാണുക? ആത്മഹത്യ. ഒത്തിരി നാം ഇനി ഉയരാം, പല പുതുമകൾ തേടി വരാം, ഇനി നേടിയെടുക്കാം നാം മണ്ണിലെ താരമായി. ഒത്തു വിതച്ചത് നേടാം നാം മുന്നിടും പാതകളിൽ.